തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിയിരിക്കുകയാണ് BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടി. എങ്ങനെയുണ്ട് ഒരു ട്രെൻഡ് എങ്ങനെ കാണുന്നു? തിരുവനന്തപുരത്ത് ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ നോമിനേഷന് വേണ്ടി ഞാൻ പോയിരുന്നു. അദ്ദേഹത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. വൈകിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ മത്സരം ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ മുരളീധരന് അനുകൂലമായിട്ടുള്ള വലിയ ഒരു അടിയൊഴുക്ക് തന്നെ സംഭവിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞല്ലോ 2 ഡിജിറ്റ് വിജയമുണ്ടാകുമെന്ന്. ആ 2 ഡിജിറ്റ് നമ്പർ വിജയത്തിലേക്ക് പോവുകയാണെങ്കിൽ ആറ്റിങ്ങലും ഞങ്ങൾ ജയിക്കുന്ന മണ്ഡലമായി മാറാൻ പോവുകയാണ്. ഇപ്പോഴുള്ള വിവാദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇടതും ഒപ്പം കോൺഗ്രസും LDFും UDFും ഒരുപോലെ എതിർക്കുകയാണ് കേരള സ്റ്റോറി. അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെങ്ങനെയാണ് കാണുന്നത്? ഇവരെ വലിയ സാംസ്കാരിക ഇടതുപക്ഷ ബുദ്ധിജീവികളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എന്തേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമായിട്ട് അത് കാണാത്തത്? നമുക്ക് ഒരു സിനിമ അത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമയെ എതിർക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മറ്റൊന്ന്, ആ സിനിമ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് BJP അല്ലെങ്കിൽ ആ സിനിമ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ്. ആ ഇസ്ലാമിക തീവ്രവാദം അപകടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സിനിമ ഉന്നയിക്കുന്ന വിഷയം ശരിയാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ UDFന് സുഡാപ്പികളുടെ വോട്ട് വേണ്ട എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ആ സിനിമ ഉന്നയിക്കുന്ന വിഷയം, ആ സിനിമ ഉന്നയിക്കുന്ന ശരി UDFന് പോലും അവസാനം അംഗീകരിക്കേണ്ടി വന്നു. സുഡാപ്പിൻ്റെ വോട്ട് വേണ്ടാന്ന് പരസ്യമായിട്ട് പറഞ്ഞു, രഹസ്യമായിട്ട് അവർ വോട്ട് വാങ്ങും, അത് വേറെ പ്രശ്നം. ഈ സിനിമ കണ്ടിരുന്നോ? സിനിമയിൽ അങ്ങനെ ഒരു എന്താ ഉള്ളത്? ശരി, സിനിമയിൽ നമ്മുടെ നാട്ടിലെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ അങ്ങ് സിറിയയിൽ ആടുമേക്കാൻ പോവാണ്. നമ്മൾ കണ്ടില്ലേ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 3-4 വർഷം മുമ്പ് ശ്രീലങ്കയിൽ ഈസ്റ്ററിന് പള്ളിയിൽ ബോംബ് പൊട്ടിച്ച് കൊലപ്പെടുത്തിയത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരാണ്. അവർ വിചാരിക്കുന്നത് ജിഹാദ് നടത്തി അങ്ങ് സ്വർഗത്ത് പോയ ഹൂർലിങ്ങളെ കിട്ടുന്നതാണ്. അത്തരം ഇഷ്യൂ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ആ സിനിമ ഉന്നയിക്കുന്ന ഇഷ്യൂ ശരിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ SDP-യുടെ വോട്ട് വേണ്ട എന്ന് ഇവർ പറയുന്നത്. ഇതിലൊറ്റ കാര്യം കൂടി, മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുമെന്നാണല്ലോ BJP വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്നത്. അവരോട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുക? അതായത് ഈ തെരഞ്ഞെടുപ്പ് സീസണിൽ എനിക്ക് നമ്മുടെ വടകരയിൽ നിന്നൊരു മുസ്ലിം ചെറുപ്പക്കാരൻ വിളിച്ചു. അവൻ റോഡ് സൈഡിൽ തട്ടുകട നടത്തുന്ന ആളാണ്. ആ കുട്ടി പറയുന്നത്, എനിക്ക് PM സ്വാനിധി സഹായനിധി കിട്ടി, 50,000 രൂപ കിട്ടി. ഞാൻ തെരുവിൽ കച്ചവടം ചെയ്യുന്നത്, എനിക്കൊരു ലൈസൻസ് ഇല്ല, പക്ഷേ എനിക്ക് ജാമ്യമില്ലാത്ത ആ ലോണ് കിട്ടി, ഞാൻ മോദിയുടെ ഭക്തനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ യുവാവ് നിൻ്റെ കടേൻ്റെ മുമ്പിൽ മോദീൻ്റെ ഒരു ചിത്രം ഒട്ടിക്കണമെന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞു, നരേന്ദ്രമോദിയുടെ ചിത്രം ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നരേന്ദ്രമോദിയുടെ കൃഷി സമ്മാൻ നിധി കിട്ടിയ ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ അവർ നരേന്ദ്രമോദിക്ക് കാണിച്ചില്ലെങ്കിലും രഹസ്യമായ ഒരു അടിയൊഴുക്കുണ്ട്, നമുക്ക് വോട്ട് ചെയ്യും. വലിയ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഞങ്ങൾ നടത്തും. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള നിശബ്ദമായ ഒരു അടിയൊഴുക്ക്. പ്രചരണം അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. മോദി സർക്കാർ മുഴുവൻ മുസ്ലിംകൾക്ക് എതിരാണ് എന്നൊരു പ്രചരണം പച്ചക്കള്ളമാണ്. നിങ്ങളറിയോ, നിങ്ങളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ, റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് നിങ്ങളൊരു അപേക്ഷ കൊടുക്കുക. കഴിഞ്ഞ 6 കൊല്ലത്തിനിടയിൽ എത്ര വിദേശികൾക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? 5550 ആളുകൾക്ക്, വിദേശികൾക്ക് പൗരത്വം കിട്ടിയപ്പോൾ അതിൽ 107 മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ. നിങ്ങളിത് പച്ചക്കള്ളമാണ് പിണറായി വിജയൻ പറയുന്നത്. സഖാവ് സോണിയാഗാന്ധി എന്ന ഇറ്റലിക്കാരിക്ക് പൗരത്വം കിട്ടിയതുപോലെ ഇവിടെ ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇന്ത്യയുടെ നിയമവും ഇന്ത്യയുടെ പാരമ്പര്യം അംഗീകരിക്കുന്നവർക്ക് പൗരത്വം കിട്ടും. പുതിയ നിയമം അനുസരിച്ച് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിംകളെ ഒഴിവാക്കി എന്നുള്ളതാണല്ലോ. അതുപോട്ടെ, നമ്മൾ ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ മുസ്ലിംകൾക്കിടയിലൊരു വിരുദ്ധ വികാരമുണ്ടോ? മുസ്ലിങ്ങളെ, പാവപ്പെട്ട മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരെല്ലാം വോട്ട് ബാങ്കാക്കി മാറ്റിയത്. പക്ഷേ മലപ്പുറത്ത് തട്ടമിട്ട ഉമ്മക്കുട്ടികൾ എൻട്രൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. കാരണം
നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഒരു സ്കീമാണ് മുദ്രാ യോജന. മുദ്രാ യോജന ഏറ്റവും കൂടുതൽ ലോണ് കിട്ടിയ സ്ഥലം എവിടെയാണെന്നറിയാം? മലപ്പുറത്താണ്. അപ്പം മുസ്ലിം ചെറുപ്പക്കാർ, യുവാക്കൾ നിശബ്ദമായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തിലാണ്. ഏതായാലും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും പ്രചരണത്തിനെത്തിയിരിക്കുകയാണ് BJP യുടെ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടി. എല്ലാവിധ ആശംസകളും.